നമസ്കാരം. ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ കൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ചൈന. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുന്നതും അതുവഴി റഷ്യയെ കൂടെ നിർത്തുന്നതും സ്വന്തം നിലനിൽപ്പിനു കൂടി അനിവാര്യമാണ്. ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയെ വാനോളം പുകഴ്ത്തിയാണ് ലോകരാഷ്ട്രങ്ങളോട് ഇന്ത്യ എന്താണെന്ന് വിളിച്ചു പറഞ്ഞത്. പല ഘട്ടങ്ങളിലും ഒരു തരത്തിൽ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് പോലും മോദിയുടെ മൗനം പ്രതിപക്ഷം പോലും ആയുധമാക്കി. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ ഇന്ത്യക്കകത്തു കയറി തീവ്രവാദികൾ വെടിവെച്ചു കൊന്നപ്പോൾ മൗനമായിരുന്ന പ്രധാനമന്ത്രി പരിഹാസ്യനായി പല അവസരങ്ങളിലും. എന്നാൽ അതിനുള്ള ശക്തമായ ഉത്തരമായിരുന്നു ഓപ്പറേഷൻ സിന്ധു. ചില മൗനത്തിന് ശബ്ദത്തെക്കാൾ തീക്ഷ്ണതയും ചൂടും ഉണ്ടാകുമെന്ന് അതോടെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല മുഴുവൻ ലോകരാഷ്ട്രങ്ങൾക്കും ബോധ്യമായി. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിലും മോദിയുടെ മൗനം ചർച്ചാ വിഷയമാകുമ്പോൾ പ്രതിപക്ഷം പോലും അതിനെ വലിയ ആഘോഷമാക്കാൻ ധൈര്യപ്പെടാത്തതിന് കാരണം പുലി പതുങ്ങുന്നത് പേടിച്ച് മാളത്തിൽ ഒളിക്കാനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കിയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ മോദിയുടെ അതേ മൗനത്തെയാണ് ഇപ്പോൾ ചൈനയും വാനോളം പുകഴ്ത്തിയിരിക്കുന്നത്. യുഎസിനെ ഉപദ്രവകാരി എന്നാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ് വിശേഷിപ്പിച്ചത്. സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് വളരെ കാലമായി അമേരിക്കയ്ക്ക് നേട്ടമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തീരുവകളെ വിലപേശൽ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കുമേൽ US 50% വരെ താരിഫ് ചുമത്തിയിട്ടുണ്ടെന്നും ചൈന ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മൗനം പാലിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നയാളെ ധൈര്യപ്പെടുത്തുകയേ ഉള്ളൂ എന്നും ചൈന ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് അമേരിക്ക വളരെ കാലമായി നേട്ടമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ തീരുവകളെ അമേരിക്ക വിലപേശൽ ആയുധങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും ആവർത്തിച്ച ചൈന ഇന്ത്യക്കുമേൽ 50% വരെ തീരുവ ചുമത്തിയതിനെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും നിശബ്ദത ഭീഷണിപ്പെടുത്തുന്നവരെ ധൈര്യപ്പെടുത്തുകയേ ഉള്ളൂ എന്നും ചൈന ഇന്ത്യക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി തുറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച ഫെയ്ഹോങ് പരസ്പരം വിപണികളിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും വളരെയധികം പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് പറയുകയും ചെയ്തു. US ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ രംഗപ്രവേശം. നിലവിൽ അവസരം മുതലെടുക്കുക എന്നതാവും അവരുടെ ലക്ഷ്യം. ചൈനീസ് വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രവേശിക്കുന്നത് സ്വാഗതം ചെയ്യുമെന്നും IT, സോഫ്റ്റ്വെയർ, ബയോമെഡിസിൻ എന്നിവയിൽ ഇന്ത്യക്ക് മത്സരക്ഷമതയുണ്ട്. അതേസമയം ഇലക്ട്രോണിക് നിർമ്മാണം, അടിസ്ഥാന സൗകര്യ നിർമ്മാണം, പുതിയ ഊർജം എന്നീ മേഖലകളിൽ ചൈനക്കാർ അതിവേഗം വികസിക്കുന്നത് കാണുന്നുവെന്നും ചൈനീസ് അംബാസിഡർ പറയുന്നു. ഇന്ത്യൻ ബിസിനസ്സുകൾ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്ന് ചൈന ആഗ്രഹിക്കുന്നുവെന്നും മറിച്ച് രാജ്യത്ത് ചൈനീസ് ബിസിനസ്സുകൾക്ക് ന്യായമായ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ ഇന്ത്യയിലെ ചൈനീസ് സംരംഭങ്ങൾക്ക് നീതിയുക്തവും വിവേചനരഹിതവുമായ ബിസിനസ് ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും സൗഹൃദത്തിൽ ജീവിക്കുന്നിടത്തോളം നിലവിലെ ആഗോള പ്രക്ഷോഭങ്ങൾക്കിടയിലും ഏഷ്യൻ അത്ഭുതമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച അവസ്ഥ നിലനിർത്താനും USന്റെ ആധിപത്യം, സംരക്ഷണവാദം, അധികാര രാഷ്ട്രീയം, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കാനും കഴിയുമെന്ന് ചൈനീസ് അംബാസിഡർ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുത്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയതോടെയാണ് നിലവിലെ ഭിന്നതയുടെ തുടക്കവും ചൈനയുടെ കടന്നുവരവും ഉണ്ടായത്. ഇതിൽ 25% വ്യാപാര തീരുവ മാത്രമല്ല അവർ ഇന്ത്യക്കുമേൽ ചുമത്തിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് 25% അധിക പിഴയും കൂടി ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് എന്ന് US ആരോപിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസും ഈ ആരോപണം പലവട്ടം ഉന്നയിക്കുകയുമുണ്ടായി. ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US പുതിയ തീരുവ ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൈനയും ഇന്ത്യയും റഷ്യയും ഒന്നിച്ചു നിന്നാൽ തകർക്കാൻ അമേരിക്കയല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ചൈനയുടെ സഹജ സ്വഭാവം വീണ്ടും പ്രകടിപ്പിക്കാൻ തുനിഞ്ഞാൽ ചൈനയും മോദിയുടെ മൗനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച